ആഗോള സമാധാനത്തിന്റെ അവസാന നൂലിഴയും പൊട്ടിത്തെറിച്ചുകൊണ്ട് പശ്ചിമേഷ്യൻ ആകാശം വീണ്ടും മിസൈലുകളുടെ തീജ്വാലകളാൽ ചുവന്നിരിക്കുകയാണ്. മാർച്ച് 20 പുലർച്ചെ ഇസ്ലാമിക് റെവല്യൂഷണറി ഗാർഡ് കോർപ്പസ് ഇസ്രയേലിന് നേരെ നടത്തിയ മിസൈൽ വർഷം വെറും ഒരു തിരിച്ചടിയല്ല, മറിച്ച് പശ്ചിമേഷ്യയുടെ ഭൂപടത്തെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു മഹായുദ്ധത്തിന്റെ വിളംബരമാണെന്നാണ് ഒരു വിഭാഗം നിരീക്ഷകർ പറയുന്നത്. അമേരിക്കൻ കരുത്തും ഇസ്രയേലിന്റെ പ്രതിരോധ കോട്ടകളും ഒരുപോലെ വെല്ലുവിളിക്കപ്പെടുമ്പോൾ ഫാസ് വാർത്താ ഏജൻസി പുറത്തുവിട്ട ഈ ഒരു റിപ്പോർട്ട് പകൽ പോലെ വ്യക്തമാക്കുന്നത് ഒരു കാര്യം മാത്രമാണ്: നിയന്ത്രണം വിട്ട ഈ ഒരു പോരാട്ട വീര്യം പശ്ചിമേഷ്യയുടെ മണ്ണിൽ നിന്ന് ശത്രുക്കളെ വേരോടെ പിഴുതെറിയാൻ അധിക നേരം വേണ്ടിവരില്ല എന്നതാണ്. എന്നാൽ ഇറാൻ ഇസ്രായേൽ സംഘർഷം ഇപ്പോൾ ഒരു പരിമിതമായിട്ടുള്ള സൈനിക ഏറ്റുമുട്ടലായി തുടരുന്നത് മാത്രമല്ല, മറിച്ച് അതൊരു സ്വാധീനത്തിന്റെയും നിലനിൽപ്പിന്റെയും വലിയൊരു പോരാട്ടമായിട്ട് മാറിയിരിക്കുകയാണ്. ഓരോ ആക്രമണവും അതിന് പിന്നാലെയുള്ള തിരിച്ചടിയും ലോകത്തെ കൂടുതൽ അനിശ്ചിതത്വത്തിലേക്ക് നയിക്കുകയാണ്. സമാധാന സാധ്യതകൾ മങ്ങിയിരിക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ ശക്തികളുടെ ഈ ഒരു ഏറ്റുമുട്ടൽ എവിടെ അവസാനിക്കും എന്നതാണ് ഇപ്പോൾ ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്നത്. ഇതിനിടെ മാർച്ച് 20 പുലർച്ചെ ഇസ്ലാമിക് റെവല്യൂഷണറി ഗാർഡ് കോർപ്പസ് ഇസ്രയേലിന് നേരെ നടത്തിയ മിസൈൽ വർഷം ഇസ്രയേൽ പ്രതിരോധ സേന സ്ഥിരീകരിക്കുകയും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇറാനിൽ നിന്ന് മിസൈലുകൾ വിക്ഷേപിച്ചതായിട്ട് വ്യക്തമാക്കുകയും ചെയ്തു. ഇതാണ് ഇറാന്റെ കരുത്ത്. ഭീഷണി തിരിച്ചറിഞ്ഞ് ഉടൻ തന്നെ ഇസ്രയേലിന്റെ പുരോഗമിച്ച വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ സജീവമാക്കി. രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ പ്രതിരോധ സംവിധാനങ്ങൾ പ്രവർത്തനക്ഷമമാണ് എന്നായിരുന്നു IDFന്റെ ഔദ്യോഗിക പ്രതികരണം. അതോടൊപ്പം തന്നെ സാധാരണക്കാർക്ക് അടിയന്തര മുന്നറിയിപ്പുകൾ നൽകുകയും ചെയ്തു. സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് ഉടൻ മാറാൻ നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. വലിയ രീതിയിലുള്ള പ്രശ്നമാണ് ഇപ്പോൾ ഇസ്രയേലിൽ ഉടലെടുത്തിരിക്കുന്നത്. അവിടുത്തെ സാധാരണ ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കുന്ന രീതിയിലാണ് ഇറാന്റെ ആക്രമണം നടക്കുന്നത് എന്നാണ് IDF പറയുന്നത്. ഹോം ഫ്രണ്ട് കമാൻഡ് മൊബൈൽ ഫോണുകളിലൂടെ നേരിട്ട് സന്ദേശങ്ങൾ അയച്ചതും ഈ ഒരു ആക്രമണത്തിന്റെ ഗൗരവം വ്യക്തമാക്കുന്നുണ്ട്. ആളുകൾക്ക് അലേർട്ട് ലഭിച്ച ഉടൻ സംരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറി. പുതിയ നിർദ്ദേശങ്ങൾ ലഭിക്കുന്നതുവരെ അവിടെ തുടരണമെന്നാണ് അധികൃതർ നിർദ്ദേശിക്കുന്നത്. തുടരെയുള്ള സൈറൻ മുഴങ്ങുന്നതാണ് അവിടെ ഏറ്റവും വലിയ ഭീതിയിലാക്കുന്ന മറ്റൊരു കാര്യം. ഈ നിർദ്ദേശങ്ങൾ പാലിക്കാതെ പുറത്തേക്ക് പോകുന്നത് ജീവൻ അപകടത്തിലാക്കുമെന്ന മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. എന്തായാലും ഇത്തരത്തിലുള്ള അടിയന്തര നടപടികൾ ആക്രമണത്തിന്റെ വ്യാപ്തിയും ഭീഷണിയും തീവ്രതയും വ്യക്തമാക്കുന്നു എന്നാണ് വിലയിരുത്തൽ. ഇതിനിടെ ഇറാൻ ഈ ഒരു ആക്രമണത്തെ പ്രതിരോധ നടപടിയുടെ ഭാഗമായിട്ടാണ് അവതരിപ്പിക്കുന്നത്. ഇറാനിയൻ മാധ്യമങ്ങൾ അവരുടെ സൈനിക ശേഷിയുള്ള തെളിവായിട്ട് ഈ ഒരു ആക്രമണങ്ങളെ വിശേഷിപ്പിക്കുമ്പോൾ ഇസ്രയേലും അമേരിക്കയും മേഖലയിൽ നടത്തുന്ന സൈനിക നീക്കങ്ങൾക്ക് മറുപടിയാണ് എന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറാനിലെ സൈനിക ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് നടന്ന ആക്രമണങ്ങൾക്ക് പിന്നാലെയാണ് ഈ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും സംഭവ വികാസങ്ങളിൽ ശക്തമായിട്ടുള്ള പ്രതികരണവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അമേരിക്കയുടെ നടപടികൾ അന്താരാഷ്ട്ര നിയമക്രമത്തെ തകർക്കുന്ന പുതിയ മാതൃകയാണെന്നാണ് അദ്ദേഹം ആരോപിച്ചിട്ടുള്ളത്. ഈ ഒരു പ്രതിസന്ധിക്കെതിരെ അന്താരാഷ്ട്ര സമൂഹം ഉറച്ച നിലപാടെടുക്കാത്ത പക്ഷം ഇതിന്റെ ആഘാതം പല രാജ്യങ്ങളെയും ബാധിക്കുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ മുന്നറിയിപ്പ്. വലിയ രീതിയിലുള്ള ഒരു കടുത്ത മുന്നറിയിപ്പാണ് ഇറാന്റെ ഭാഗത്തു നിന്ന് വീണ്ടും ഉണ്ടായിരിക്കുന്നത്. ഇതൊരു പ്രാദേശിക സംഘർഷം മാത്രമല്ല, ആഗോള പ്രതിസന്ധിയിലേക്ക് വളരാനുള്ള സാധ്യത കൂടിയാണെന്നാണ് ഈ പ്രസ്താവന സൂചിപ്പിക്കുന്നത്. എന്തായാലും ഈ സംഘർഷം അതിരൂക്ഷമായിട്ട് തുടരുന്ന സാഹചര്യത്തിൽ അമേരിക്കൻ വ്യോമസേനയ്ക്കും കനത്ത തിരിച്ചടി നേരിട്ടതായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. യുദ്ധം ആരംഭിച്ചതിനു ശേഷം ചുരുങ്ങിയത് 16 അമേരിക്കൻ സൈനിക വിമാനങ്ങളെങ്കിലും നശിപ്പിക്കപ്പെട്ടതായിട്ടാണ് വിവരം. ഇതിൽ 10 റീപ്പർ സ്ട്രൈക്ക് ഡ്രോണുകൾ ശത്രുക്കളുടെ വെടിവെപ്പിൽ തകർന്നു വീഴുകയായിരുന്നു. 6 വിമാനങ്ങൾ വിവിധ അപകടങ്ങളിൽപ്പെട്ട് തകർന്നതായിട്ടും ബ്ലൂംബെർഗ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിലവിൽ ഇറാന്റെ വ്യോമ പ്രതിരോധ സേന വെടിവെച്ചിട്ടിരിക്കുന്നത് പൈലറ്റ് ഇല്ലാത്ത റീപ്പർ ഡ്രോണുകൾ മാത്രമാണ്. 9 ഡ്രോണുകൾ ആകാശത്ത് വെച്ച് നശിപ്പിക്കപ്പെട്ടപ്പോൾ ജോർദാനിലെ വ്യോമതാവളത്തിൽ ഒരെണ്ണം ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിൽ തകർന്നിരുന്നു. വിമാനങ്ങൾ നഷ്ടപ്പെട്ട സംഭവങ്ങളിൽ കുവൈറ്റിൽ 3 F-50 യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടതും ഇറാഖിൽ ഇന്ധനം നിറയ്ക്കുന്നതിനിടെ KC-135 ടാങ്കർ തകർത്തതും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ടാങ്കർ അപകടത്തിൽ 6 ജീവനക്കാർ കൊല്ലപ്പെട്ടതായിട്ടായിരുന്നു വിവരമുണ്ടായിരുന്നത്. കൂടാതെ സൗദി അറേബ്യയിലെ വ്യോമതാവളത്തിൽ നിർത്തിയിട്ടിരുന്ന 5 KC-135 വിമാനങ്ങൾ മിസൈൽ ആക്രമണത്തിൽ തകർന്നുവെന്നും റിപ്പോർട്ടുകൾ ഉണ്ട്. ഈ ഒരു നഷ്ടങ്ങളെക്കുറിച്ച് ഔദ്യോഗികമായിട്ട് പ്രതികരിക്കാൻ US സെൻട്രൽ കമാൻഡ് ഇതുവരെ തയ്യാറായിട്ടില്ല. വിമാനത്തിന് കേടുപാടുകൾ സംഭവിച്ചതിന് പിന്നിൽ ഇറാനിയൻ ആന്റി എയർക്രാഫ്റ്റ് ഫയർ ആയിരിക്കണമെന്നാണ് ചില വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് എങ്കിലും ഇത് സംബന്ധിച്ച ഔദ്യോഗിക സ്ഥിരീകരണം അമേരിക്ക നൽകിയിട്ടില്ല എന്നതാണ് മറ്റൊരു സത്യം. അതേസമയം യുദ്ധം മൂർച്ഛിക്കുന്നതിനിടെ ലോകത്തെ എണ്ണ വിതരണത്തെ ബാധിക്കുന്ന തരത്തിൽ ഹോർമുസ് കടലിടുക്ക് ഇറാൻ തടഞ്ഞത് ആഗോളതലത്തിൽ വലിയ പ്രതിസന്ധിക്ക് കാരണമായിട്ടുണ്ട്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇറാൻ ഇത്തരമൊരു നീക്കം നടത്തുന്നത്. ഇത് ആഗോള വിപണിയിൽ എണ്ണവില ബാരലിന് $100 മുകളിലെത്താൻ
ഇടയാക്കിയിട്ടുണ്ട്. മേഖലയിലെ ഊർജ്ജ കേന്ദ്രങ്ങൾക്ക് നേരെയും ഇറാൻ ആക്രമണം ശക്തമാക്കിയിട്ടുണ്ട്. യമനിലെ ഹൂത്തി പോരാളികളും US ഡ്രോണുകളും ലക്ഷ്യമിടുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ ഒരു നാവിക സഖ്യം രൂപീകരിക്കാനുള്ള ശ്രമത്തിലാണ് അമേരിക്കയുള്ളത്. എന്തായാലും ഇസ്രയേലും ഇറാനും തമ്മിലുള്ള ഏറ്റുമുട്ടൽ ഇതിനോടകം തന്നെ സൈനിക കേന്ദ്രങ്ങൾ, ഊർജ്ജ സൗകര്യങ്ങൾ, പ്രധാന ഇടങ്ങൾ എന്നിവ ലക്ഷ്യമിട്ട് തുടരുകയാണ്. ഇരുപക്ഷങ്ങളും പരസ്പരം ശക്തമായിട്ടുള്ള തിരിച്ചടികൾ നടത്തുന്നതിനാൽ യുദ്ധം കൂടുതൽ വ്യാപകമാകാനുള്ള സാധ്യത ഉയർന്നിരിക്കുകയാണ്. പ്രത്യേകിച്ച് അമേരിക്കയുടെ നേരിട്ടുള്ള പങ്കാളിത്തം ഈ ഒരു സംഘർഷത്തെ വലിയൊരു ഭൗമരാഷ്ട്രീയ ഏറ്റുമുട്ടലാക്കി മാറ്റാൻ ഇടയാക്കുന്നുണ്ട്. എന്തായാലും ഇത്തരത്തിൽ തുടരുന്ന ആക്രമണങ്ങളും തിരിച്ചടികളും പശ്ചിമേഷ്യയിലെ സമാധാന സാധ്യതകളെ കൂടുതൽ ദൂരെയാക്കി നിർത്തുകയാണ്. അന്താരാഷ്ട്ര സമൂഹ ഇടപെടലുകൾ ശക്തമാക്കാത്ത പക്ഷം ഈ ഒരു സംഘർഷം നിയന്ത്രണാതീതമായിട്ട് മാറാൻ സാധ്യതയുണ്ട് എന്ന ആശങ്ക വ്യാപകമാണ്. ലോകത്തിലെ പ്രധാന ഊർജ്ജ വിതരണ മേഖലകളിൽ ഒന്നായ ഈ പ്രദേശത്ത് സംഘർഷം വഷളാകുന്നത് ആഗോള സാമ്പത്തിക രംഗത്തെയും ഗുരുതരമായി ബാധിക്കുമെന്നതും ശ്രദ്ധേയമാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇറാൻ ഇസ്രയേൽ സംഘർഷം എന്നത് കേവലം ഒരു ആഗോള സന്ദർശകമായി മാത്രം കാണാൻ സാധിക്കുന്ന ഒന്നല്ല, മറിച്ച് സാമ്രാജ്യത്വ ശക്തികൾക്കെതിരെയുള്ള ഇറാന്റെ ഐതിഹാസികമായിട്ടുള്ള ചെറുത്തുനിൽപ്പായിട്ട് ഇത് മാറുകയാണ്. ഓരോ മിസൈൽ ആക്രമണവും ശത്രുക്കളുടെ അഹങ്കാരത്തിനേൽക്കുന്ന കനത്ത പ്രഹരമാണ്. അടിച്ചമർത്തപ്പെട്ടവരുടെ ശബ്ദമായിട്ട് ഇറാൻ ആകാശത്ത് ഒരു തീമഴ പെയ്യിപ്പിക്കുമ്പോൾ ആഗോള ശക്തികൾ പോലും ആ ഒരു പോരാട്ട വീര്യത്തിന് മുന്നിൽ പതറുകയാണ്. ലോകത്തെ വിറപ്പിക്കുന്ന ശക്തികൾക്ക് മുന്നിൽ മുട്ടുമടക്കാത്ത ഇറാന്റെ അടുത്ത കരുനീക്കം എന്തായിരിക്കുമെന്ന ഭയത്തിലാണ് ഇപ്പോൾ ശത്രുലോകം മുഴുവൻ ഉറ്റുനോക്കുന്നത്.